വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പരീക്ഷകളിൽ പി എസ് സി ആവർത്തിച്ച ചോദ്യങ്ങളാണ്. ലാസ്റ്റ് ഗ്രേഡ് മുതൽ ഡിഗ്രി വരെ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാരണം എല്ലാ എക്സാമുകളിലും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ മാത്രമായിട്ട് എല്ലാ ക്ലാസ്സുകളിലും എല്ലാ എക്സാമുകളിലും ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിലേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയും രാഷ്ട്രീയ വ്യവസ്ഥയും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആവർത്തിക്കുന്ന ചോദ്യങ്ങളായിട്ട് നമ്മൾ ഒരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിന് 8ാമത്തെ ക്ലാസ്സാണത്. നോക്കാം. ഇന്ത്യൻ ഭരണഘടനയും രാഷ്ട്രീയ വ്യവസ്ഥയും എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. അപ്പോൾ നമുക്കിവിടെ കൂടുതൽ പറയുന്നതായിരിക്കും ഭരണഘടനയും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14ലാണ് നിയമത്തിന് മുമ്പിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 14. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ആ പേര് നൽകിയതാരാണ്? പഞ്ചായത്തി രാജ് സംവിധാനം എന്ന് പറയുന്ന പേര് നൽകിയതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് സംവിധാനം എന്ന പേര് നൽകിയത്. പാർലമെന്റിൽ അംഗമല്ലാത്ത ഒരാൾക്ക് പരമാവധി എത്ര കാലം പ്രധാനമന്ത്രി പദത്തിൽ തുടരാം? പാർലമെന്റിൽ അംഗമല്ലാത്ത ഒരാൾക്ക് പരമാവധി എത്ര കാലം പ്രധാനമന്ത്രി പദത്തിൽ തുടരാനായിട്ട് പറ്റും? പാർലമെന്റിൽ അദ്ദേഹം അംഗമല്ല, എന്നാലേ അങ്ങനത്തെ ഒരാൾക്ക് പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു പദത്തിൽ എത്ര നാൾ വരെ തുടരാമെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? 6 മാസം അല്ലേ? 6 മാസമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാണ്? ലോകസഭാ സ്പീക്കറാണ് അല്ലേ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നവർക്ക് അറിയാം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റി ഏതാണ്? എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. അതിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 30 അംഗങ്ങൾ. 30 അംഗങ്ങളാണ്. പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 30 അംഗങ്ങൾ. ഭരണഘടന എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഉരുത്തിരിഞ്ഞത്? ഭരണഘടന എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്ന് അല്ലേ? ബ്രിട്ടനിൽ നിന്നാണ് ഭരണഘടന എന്ന ആശയം ഉരുത്തിരിഞ്ഞു വന്നത്. ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് എവിടെയാണ്? ക്യാബിനറ്റിലാണ്. ഭരണഘടനാ പ്രകാരം ഇന്ത്യയിലെ യഥാർത്ഥ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്ന ആർക്കാണ്? ക്യാബിനറ്റിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ 52ാം ഭേദഗതി. ഭരണഘടനയുടെ 52ാമത്തെ ഭേദഗതി ഏതാണ്? 1985ലാണ് 52ാം ഭേദഗതി വരുന്നത്. അതിലെന്താണ് പറയുന്നത്? രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റ നിരോധന നിയമം വരുന്നത് ഏതിലായിരുന്നു? 1985ലെ 52ാം ഭേദഗതി പ്രകാരമാണ്. അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ് ഈ പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയാണ്. ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് പഞ്ചായത്ത് രാജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത് എത്രാമത്തെ പട്ടികയിലാണ്? 11ാമത്തെ പട്ടികയിലാണ് അല്ലേ? 11ാമത്തെ പട്ടികയിൽ പഞ്ചായത്തും 12ാമത്തെ പട്ടികയിൽ എന്താണ്? മുനിസിപ്പാലിറ്റിയാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർലമെന്റ് എന്നാൽ എന്താണ്? ലോകസഭയും രാജ്യസഭയും ഉണ്ട്. പിന്നെ ആരാണ് ഉണ്ടായിരിക്കുക? പ്രസിഡന്റ് ഉണ്ട് അല്ലേ? പാർലമെന്റ് എന്ന് വെച്ചാൽ ആരൊക്കെയുണ്ട്? ലോകസഭ, രാജ്യസഭ, പിന്നെ പ്രസിഡന്റും കൂടി ചേർന്നതാണ് ഈ പാർലമെന്റ് എന്ന് പറയുന്നത്. പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ എന്തെന്ന് പറയുന്നു? ഓർഡിനൻസ് എന്ന് പറയുന്നു. പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? ഓർഡിനൻസ് ആണ്. ഭരണഘടനയുടെ 1ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടിക എത്രാമത്തെ പട്ടികയാണ്? നമുക്കറിയാം 1ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് ഏതാണ്? 9ാമത്തെ പട്ടികയാണ് കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഭേദഗതികളൊക്കെ നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പറയുന്ന 1ാമത്തെ ഭേദഗതിയാണെന്ന് പറയുന്നത് 9ാം പട്ടികയിൽ പറയുന്നത്. ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ഏത് ഭാഗമാണ്? ഏതാണ് ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത്? ആമുഖമാണ് ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത്. മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ നിയമസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാൻ ആർക്കാണ് അധികാരമുള്ളത്?
ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാനായിട്ട് ആർക്കാണ് അധികാരം? ആർക്കാണ്? ഗവർണർക്ക്. ആൻഡമാൻ നിക്കോബർ ദ്വീപസമൂഹത്തിന്റെ ഭരണത്തലവൻ ആരാണ്? ആൻഡമാൻ നിക്കോബർ ദ്വീപസമൂഹത്തിന്റെ ഭരണത്തലവൻ ആരാണ്? ലഫ്റ്റനന്റ് ഗവർണർ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 1950 മാർച്ച് 15-നാണ്. മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതാണ് 1950 മാർച്ച് 15. ഇന്ത്യൻ പാർലമെന്റിന് എത്ര സഭകളാണുള്ളത്? ഇന്ത്യൻ പാർലമെന്റിന് രണ്ട് സഭകളാണ് ഇന്ത്യൻ പാർലമെന്റിനുള്ളത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് സാധാരണ നിയമിതനാകുന്നത് പ്രതിപക്ഷ നേതാവ്. പാർലമെന്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം എന്ന് മുതലാണ് ഈ ശൂന്യവേള ആരംഭിച്ചത്? പാർലമെന്റിൽ നമുക്കറിയാം ആദ്യം തന്നെ എന്തുണ്ട്, കുറച്ച് നടപടിക്രമങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അതിൽ പറയുന്നതാണ് ശൂന്യവേള എന്ന് പറയുന്നത്. അത് ആ ഒരു സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ചത് ഏത് വർഷമാണെന്നാണ് ചോദ്യം? 1962-ലാണ്. ഇനി ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ എത്ര എണ്ണൊക്കെയാണ്? ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ 6 മൗലികാവകാശങ്ങൾ. 6 മൗലികാവകാശങ്ങളാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് തലവൻ ആരാണ്? ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് തലവൻ ആരാണ്? പ്രസിഡന്റാണ് ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് തലവൻ. ഇന്ത്യൻ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് രാഷ്ട്രപതി ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർഡിനൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാണ് ഇവിടെ നമ്മൾ ഓർഡിനൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് ഈ ഓർഡിനൻസ് എന്ന് പറയുന്നത്. അത് എത്രാമത്തെ ആർട്ടിക്കിൾ ആണെന്നാണ് ചോദ്യം. എത്രാമത്തെയാണ്? 123. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത്? സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്ന ആർട്ടിക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത്? 108. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന ഇന്ത്യൻ അംഗീകരിച്ച തീയതി എത്രയാണ്? ഭരണഘടനാ നിർമ്മാണ സഭ ഈ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്ത്യൻ അംഗീകരിച്ച തീയതി എന്ന് പറയുന്നത് എത്രയാണ്? 1949 നവംബർ 26-നാണ്. നവംബർ 26-നാണ് നമ്മൾ ഭരണഘടനാ ദിനം അല്ലെങ്കിൽ ദേശീയ നിയമദിനമായിട്ടൊക്കെ ആചരിക്കുന്നത്. കാരണം അന്നാണ് അല്ലേ അംഗീകരിച്ചത്? 1949 നവംബർ 26-ന്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രയാണ്? ആർട്ടിക്കിൾ 40-ലാണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണം പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 40-നാണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. 60-ൽ കുറവ് അംഗസംഖ്യയുള്ള നിയമസഭയുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 60-ൽ കുറവ് അംഗസംഖ്യയുള്ള നിയമസഭയുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? സിക്കിം, ഗോവ, മിസോറാം. സിക്കിം, ഗോവ, മിസോറാമാണ് 60-ൽ കുറവ് അംഗസംഖ്യയുള്ള നിയമസഭയുള്ള സംസ്ഥാനങ്ങൾ. അധികാര സ്ഥാനത്തെ കൊണ്ട് ഒരു പൊതു കർത്തവ്യം നടപ്പിലാക്കാൻ പുറപ്പെടുവിക്കുന്ന കൽപ്പന ഏതാണ്? അധികാര സ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൽപ്പനയാണ് ഏതെന്ന് പറയുന്നത്? മാൻഡമസ് എന്ന് പറയുന്നത് അല്ലേ? നമുക്കറിയാം റിട്ടുകൾ കുറെ പുറപ്പെടുവിക്കുന്നുണ്ട്. അതായത് ആർട്ടിക്കിൾ 32 പ്രകാരം ആർക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്? ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്ക്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. 5 റിട്ടുകളാണല്ലേ ടോട്ടലുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഒരു അധികാര സ്ഥാനത്ത് തൊട്ട് ഇതുപോലെ പൊതുകർത്തവ്യം നടപ്പിലാക്കപ്പെടാൻ പുറപ്പെടുവിക്കുന്ന കൽപ്പനയാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ഗുൽസാർലാൽ നന്ദിയാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. UPSC സ്ഥാപിതമായ വർഷം 1950-ലാണ് UPSC സ്ഥാപിതമായത്. UPSC ചെയർമാനെ നിയമിക്കുന്ന ആരാണ്? പ്രസിഡന്റാണ് UPSC ചെയർമാനെ നിയമിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിന് നമ്മൾ പറഞ്ഞു 3 ഘടകങ്ങളാണുള്ളത്: ലോകസഭ, രാജ്യസഭ, അതുപോലെ രാഷ്ട്രപതി. ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി എന്നിവ കൂടിയതാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ്?
ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ്? 8 അല്ലേ? 8 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ്? 8 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി എത്രയാണ്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. നമ്മൾ അംഗീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ച ദിവസം എന്ന് പറയുന്നത് 1949 നവംബർ 26 എന്നാൽ നിലവിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം വരുന്നത്? ഏത് ലിസ്റ്റിലാണ്? നമുക്കറിയാം യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട് അല്ലേ? ഈ കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം വരുന്നത്. കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം വരുന്നത്. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ജബൽപൂരിലാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളിനെയാണ്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32നെയാണ്. ആർട്ടിക്കിൾ 32നെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ അംബേദ്കറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ചോദിക്കാട്ടോ. ആർട്ടിക്കിൾ 32ലാണ് പറയുന്നത്, ഡോക്ടർ അംബേദ്കറാണ് പറയുന്നത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭേനെയാണ് അല്ലേ? ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭേനെയാണ്. അധോസഭ എന്നറിയപ്പെടുന്നതോ ലോകസഭേനെയാണ്. അധോസഭ എന്നറിയപ്പെടുന്നത് ഉപരിസഭ എന്ന് പറയുന്നത് എന്താണ്? രാജ്യസഭയാണ്. പാർലമെന്റിന്റെ ഇരുസഭകളെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്ന രാഷ്ട്രപതിയാണ്. പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാണ് പാർലമെന്റ് എന്ന് പറയുന്ന മന്ദിരം രൂപകൽപ്പന ചെയ്ത ആരാണ്? ഹെർബർട്ട് ബേക്കറാണ് പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത്. ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ നിയമിക്കുന്ന ആരാണ്? ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റാണ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്. ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ നിർവഹണാധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ നിർവഹണാധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ആരിലാണ്? പ്രസിഡന്റിൽ. ഭരണഘടനയുടെ മൗലിക കർത്തവ്യങ്ങൾ എത്ര എണ്ണമുണ്ട്? ഭരണഘടനയുടെ മൗലിക കർത്തവ്യങ്ങൾ എത്ര എണ്ണമാണ്? 11 അല്ലേ? 11 മൗലിക കർത്തവ്യങ്ങൾ, 6 മൗലിക അവകാശങ്ങളാണുള്ളത്. ഏതിലാണ്? പാർട്ട് 3യിലാണ് മൗലിക കർത്തവ്യങ്ങൾ വരുന്നത്. പാർട്ട് 3യിലാണ് വരുന്നത്. പാർട്ട് 4 മൗലിക കർത്തവ്യങ്ങൾ വരുന്നത്. ഭരണഘടനയുടെ 73ാം ഭേദഗതി എത്രാമത്തെ ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭരണഘടനയുടെ 73ാമത്തെ ഭേദഗതി എത്രാമത്തെ ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 11ാമത്തെ ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 4A അല്ലേ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 4A 51A മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഭരണഘടനയുടെ 73ാം ഭേദഗതി എത്രാമത്തെ ഭാഗത്താണ്? 73ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് ഏതാണല്ലേ? പഞ്ചായത്തി രാജ് അല്ലേ? പഞ്ചായത്തുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 11ാമത്തെ ഭാഗത്ത് വരുന്നുണ്ടെന്ന്. അത് 73ാമത്തെ ഭേദഗതിയാണ്. പഞ്ചായത്തുമായി ബന്ധപ്പെട്ടത് 11ാമത്തെ ഭാഗത്ത് വരുന്നതാണ്. 12ാമത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞില്ലേ മുനിസിപ്പാലിറ്റിയാണ് വരുന്നതെന്ന്. 74ാമത്തെ ഭേദഗതിയാണത്. അപ്പോൾ 1993 ഇത് വന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചു വെക്കാനുള്ളത് എന്താണ്? 73ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് 11ാമത്തെ പാർട്ടിലാണ് വരുന്നത്. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർവഹണാധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നത്? ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർവഹണാധികാരം രാഷ്ട്രപതിയിലാണെന്ന് പറയുന്നത്? 53ാമത്തെ വകുപ്പ്. 53ാമത്തെ വകുപ്പിലാണ് പറയുന്നത്. രാഷ്ട്രപതിയിലാണ് നിർവഹണാധികാരം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുവാൻ സുപ്രീം കോടതി എന്താണ് പുറപ്പെടുവിക്കുന്നത്? നമ്മൾ പറഞ്ഞ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 32 പ്രകാരമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? ഇനി അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എത്രാമത്തെയാണ്? ആർട്ടിക്കിൾ 76 അല്ലേ? ആർട്ടിക്കിൾ 76. മൗലിക കടമകളെ ഭരണഘടനയുടെ ഭാഗമാക്കിയത് എത്രാമത്തെ ഭേദഗതിയിലാണ്? 42ാമത്തെ ഭേദഗതിയിൽ 1976 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയുടെ ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. പാർട്ട് 4A 51A കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത്. മണി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുവാൻ അനുമതി നൽകുന്നത് ആരാണ്? മണി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുവാനായിട്ട് അനുമതി നൽകുന്ന ആരാണ്? ഗവർണർ ആയിരിക്കും.
ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സംസാര സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പ് എത്രാമത്തെ വകുപ്പിലാണ്? അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യം പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 19 ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സംസാര സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പ്. ഭരണഘടനാ പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്നത് ആരാണ്? ഗവർണർ ഇല്ലാന്നുണ്ടെങ്കിൽ ആരാണ് നിർവഹിക്കുന്നത്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഭരണഘടനാ പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്നത്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബ്രിട്ടനാണല്ലേ? ബ്രിട്ടനാണ് പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ബ്രിട്ടനാണ്. മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 110 ആർട്ടിക്കിൾ 110 മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 110. നിയമവിരുദ്ധമായ നടപടികൾ കണ്ടാൽ സ്വയം കേസെടുക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്? സുവോ മോട്ടോ എന്ന് പറയുന്ന വകുപ്പ് പ്രകാരമാണ് നിയമവിരുദ്ധമായ നടപടികൾ കണ്ടാൽ സ്വയം കേസെടുക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന വകുപ്പ്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായിട്ട് സമർപ്പിക്കുന്നത് ആരാണ്? നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിന്നെ ആർക്കാണ്? രാഷ്ട്രപതിക്ക് കൊടുക്കില്ലേ? രാഷ്ട്രപതിയുടെ അനുമതിക്കായിട്ട് കൊടുക്കും. അങ്ങനെ സമർപ്പിക്കുന്ന ആരാണ്? ഗവർണറാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്ന ആരാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? സ്പീക്കറാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്നത്. 14ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം ഏതാണ്? 14ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം ഏതാണ്? പുതുച്ചേരിയാണ് 14ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം. പശ്ചിമ ബംഗാളിലെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ പേരെന്താണ്? പശ്ചിമ ബംഗാളിലെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ പേരെന്താണ്? റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്നാണ് പശ്ചിമ ബംഗാളിലെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ പേര്. ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏത് ആർട്ടിക്കിളിനെയാണ് ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത്? ആർട്ടിക്കിൾ 19 ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 19. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന നടന്നത്? എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 7ാമത്തെ ഭേദഗതിയിലൂടെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? സച്ചിദാനന്ദ സിൻഹയാണ് ഏറ്റവും പ്രായം കൂടിയ അംഗം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാരാണ്? രാജേന്ദ്ര പ്രസാദാണ് സ്ഥിരം അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. പ്രസിഡന്റും ക്യാബിനറ്റും തമ്മിലുള്ള കണ്ണി എന്നറിയപ്പെടുന്നത് ആരെയാണ്? പ്രസിഡന്റും ക്യാബിനറ്റും തമ്മിലുള്ള കണ്ണി എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിനെയാണ് പ്രസിഡന്റും ക്യാബിനറ്റും തമ്മിലുള്ള കണ്ണി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോകസഭയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഉപരിസഭ എന്ന് പറയുന്നത് രാജ്യസഭയാണ്, അധോസഭ എന്ന് പറയുന്നത് എന്താണ്? ലോകസഭയാണെന്ന്. നിയമസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? ഗവർണർക്കാണ് നിയമസഭ പിരിച്ചുവിടാനുള്ള അധികാരം. ആർക്കാണ്? ഗവർണർക്കാണ്. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി, അഖണ്ഡത എന്ന് പറയുന്നത് കൂട്ടിച്ചേർത്തത് 42ാമത്തെ ഭേദഗതിയിലൂടെയാണ്. 1976 42ാം ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി അല്ലെങ്കിൽ അഖണ്ഡത കൂട്ടിച്ചേർത്തത്. 1976 42ാം ഭേദഗതിയിലൂടെയാണ്. ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് സ്ത്രീകൾക്ക് 33% സംവരണം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയത്? ആർട്ടിക്കിൾ 73, 74 പ്രകാരമാണ്. 2014 നിലപ്രകാരം ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലുള്ള ഭാഷകളുടെ എണ്ണം എത്ര ഭാഷകളാണ് ഉള്ളത്? 22 ഭാഷകളാണുള്ളത്. 22 ഭാഷകളാണുള്ളത്. ഭരണഘടനയിൽ 22 ഭാഷകൾ. യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം എത്രയാണ്? യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 44 ആർട്ടിക്കിൾ സിവിൽ കോഡ് ിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഏക സംസ്ഥാനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോവയാണ്. പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 44.
ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസുമായി താരതമ്യപ്പെടുത്തിയത് ആരാണ്? എന്താണ് ചോദ്യം? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളെ ഏതുമായിട്ടാണ് കമ്പയർ ചെയ്തത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസുമായിട്ട് താരതമ്യപ്പെടുത്തിയത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ലോക്സഭ, രാജ്യസഭ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ലോക്സഭ, രാജ്യസഭ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ ആര് ഒപ്പിടുന്നതോടെയാണ് നിയമമാകുന്നത്? ഗവർണർ ഒപ്പിടുന്നതോടെയാണ്. നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ ഒപ്പിടുന്ന ആരാണ്? ഗവർണറാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 24. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250 എത്രയാണ് രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ? 250. പ്രധാനമന്ത്രി, മന്ത്രിസഭാ അംഗങ്ങൾ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, ഗവർണർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, ഇലക്ഷൻ കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കുന്ന ആരാണ്? പ്രസിഡൻ്റാണല്ലേ നിയമിക്കുന്നത്. പ്രധാനമന്ത്രി, മന്ത്രിസഭാ അംഗങ്ങൾ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, ഗവർണർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, ഇലക്ഷൻ കമ്മീഷണർമാർ എന്നിവർ നിയമിക്കുന്ന പ്രസിഡൻ്റാണ്. നിയമസഭാംഗങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ള ഭരണഘടകം ഏതാണ്? പോണ്ടിച്ചേരിയിലാണല്ലേ. പോണ്ടിച്ചേരിയിലാണ് നിയമസഭാംഗങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ളത്. പോണ്ടിച്ചേരിയിലാണ്, 30 നിയമസഭാംഗങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ള സംസ്ഥാനം എവിടെയാണ്? നിയമസഭാംഗങ്ങളുടെ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സിക്കിമാണ്. ഭരണഘടകം ചോദിക്കുകയാണെങ്കിൽ പോണ്ടിച്ചേരിയാണ്, എന്നാൽ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ സിക്കിമാണ്. ഭാരത സർക്കാരിൻ്റെ എല്ലാ പ്രവൃത്തികളും ആരുടെ പേരിലാണ് നടത്തുന്നത്? ഭാരത സർക്കാരിൻ്റെ എല്ലാ പ്രവൃത്തികളും നടത്തുന്നത് ആരുടെ പേരിലാണ്? രാഷ്ട്രപതിയുടെ പേരിലാണ് എല്ലാ പ്രവൃത്തികളും നടത്തുന്നത്. പ്രസിഡന്റിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടി എന്താണ് അറിയപ്പെടുന്നത്? ഇംപീച്ച്മെന്റ് അല്ലേ. പ്രസിഡന്റിനെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന നടപടിയാണ് ഇംപീച്ച്മെന്റ്. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ദൈർഘ്യം കൂടിയതുമായ സെക്ഷൻ ഏതാണ്? ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ദൈർഘ്യം കൂടിയതുമായ സെക്ഷനാണ് ബഡ്ജറ്റ് സെക്ഷൻ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം മതസ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പ് എത്രയാണ്? 25 വകുപ്പിലാണല്ലേ മതസ്വാതന്ത്ര്യം പറയുന്നത്. ആർട്ടിക്കിൾ 25 മുതൽ 29 വരെയാണ് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? രാഷ്ട്രീയ ജാതകം എന്ന് KM മുൻഷിയാണല്ലേ പറഞ്ഞത്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് KM മുൻഷിയാണ് പറഞ്ഞത്. ആമുഖത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബിലാണ് ആദ്യമായിട്ട് പ്രസിഡന്റ് ഭരണം നിലവിൽ വന്നത്. മന്ത്രിസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? മന്ത്രിസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? ഗവർണർക്കാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിയിലൂടെ, അതായത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഉറപ്പാക്കപ്പെടുന്നത് എന്താണ്? രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് എന്താണ്? ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ഏത് സഭയിലാണ് അംഗമല്ലാത്ത ഒരാൾ അധ്യക്ഷത വഹിക്കുന്നത്? ഇന്ത്യൻ പാർലമെന്റിൽ ഏത് സഭയിലാണ് ആ പാർലമെന്റിൽ അംഗമല്ലാന്നുണ്ടെങ്കിലും അധ്യക്ഷത വഹിക്കുന്ന ഏത് സഭയിലാണ്? രാജ്യസഭയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആരാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ്? ഫസ്റ്റ് ഡോക്ടർ രാധാകൃഷ്ണനാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ്. ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരൻ ആരാണ്? പ്രസിഡന്റ് ആണ്. ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരൻ ആരാണ്? പ്രസിഡന്റ് ആണ്. ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദിലാണ്. ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് എവിടെയാണ്? അലഹബാദിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വോട്ടർമാരുടെ എണ്ണം കുറവുള്ള ലോക്സഭാ മണ്ഡലം ഏതാണ്? ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലമാണ് ലക്ഷദ്വീപിലാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്?
ഗവർണർ അല്ലേ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണറെ ചെയർമാൻ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്? ഇതാണ് 331 ആർട്ടിക്കിൾ 331 പ്രകാരമാണ് രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്. അയിത്താച്ച നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഏത് വർഷമാണ്? 1955 അയിത്തോച്ച നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് 1955. നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് ആരാണ്? ഗവർണറാണ്. നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് ആരാണ്? ഗവർണറാണ്. നിയമസഭാംഗം അവതരിപ്പിക്കുന്ന ബില്ല് എത്ര വായനയിലൂടെയാണ് കടന്നു പോകുന്നത്? 3 വായനയിലൂടെയാണ് നിയമസഭാംഗം അവതരിപ്പിക്കുന്ന ബില്ല് കടന്നു പോകുന്നത്. 3 വായനയിലൂടെയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ എത്രയാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ 22 അംഗസംഖ്യയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. പുതിയ അഖിലേന്ത്യാ സർവീസ് രൂപവൽക്കരിക്കുവാനുള്ള പ്രമേയം ആദ്യം അവതരിക്കപ്പെടേണ്ടത് എവിടെയാണ്? പുതിയ അഖിലേന്ത്യാ സർവീസ് രൂപവൽക്കരിക്കാനുള്ള പ്രമേയം ആദ്യമായിട്ട് അവതരിക്കപ്പെടേണ്ടത് ലോക്സഭയിലാണോ രാജ്യസഭയിലാണോ? രാജ്യസഭയിലാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ അന്തരിച്ച ആദ്യത്തെ ലോക്സഭാ സ്പീക്കറാണ് ജി.വി. മൗലങ്കാർ. ഭരണഘടനയിൽ ഇപ്പോഴുള്ള പട്ടികകൾ. ഇപ്പോൾ എത്ര പട്ടികകളാണ് ഭരണഘടനയിലുള്ളത്? 12 പട്ടികകളാണ് ഉള്ളത് അല്ലേ. 12 പട്ടികകളാണ് ഭരണഘടനയിൽ ഇപ്പോൾ ഉള്ളത്. ആരുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ നിയമസഭ പിരിച്ചുവിടുന്നത്? ആരുടെ ഉപദേശപ്രകാരമാണ്? മുഖ്യമന്ത്രിയുടെ അല്ലേ. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ നിയമസഭ പിരിച്ചുവിടുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ഗവൺമെന്റിന്റെ മുഖ്യ വക്താവ് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പാർലമെന്റിലെ ഗവൺമെന്റിന്റെ മുഖ്യ വക്താവ് പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിലെ പ്രതിരോധ സേനകളുടെ പരമാധിപത്യം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ഇന്ത്യയിൽ പ്രതിരോധ സേനകളുടെ പരമാധിപത്യം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? രാഷ്ട്രപതിയിൽ. രാജ്യസഭാംഗങ്ങളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനമുള്ള സംസ്ഥാനം ഏതാണ്? രാജ്യസഭാംഗങ്ങളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനമുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയ്ക്കാണ് 2ാമത്തെ സ്ഥാനം. ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദമാണ് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് ഇന്ത്യ എന്ന് പ്രസ്താവിക്കുന്നത്? എത്രാമത്തെ അനുച്ഛേദമാണ്? ആർട്ടിക്കിളാണ് 1-ാമത്തെയാണ് അല്ലേ. 1-ാമത്തെ ആർട്ടിക്കിളിലാണ് പറയുന്നത്. ഇന്ത്യയും സംസ്ഥാന യൂണിയൻ പ്രദേശങ്ങളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 1-ലാണ്. ഗ്രാമസഭകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതിയാണ് 73. പഞ്ചായത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾ 73-ലായിരുന്നു. അപ്പോൾ 73-ലാണ് ഗ്രാമസഭകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി. 1976 ഭരണഘടനയുടെ 42-ാം ഭേദഗതിയിലൂടെ ലോകസഭയുടെ കാലാവധി എത്ര വർഷമാണ് ഉയർത്തിയത്? നമുക്കറിയാം 1976 42-ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അതിൽ എത്ര വർഷമാണ് ലോകസഭയുടെ കാലാവധി ഉയർത്തിയത്? 6 വർഷമാണ്. മുഖ്യമന്ത്രിയുടെ 5 ആയിരുന്നു അല്ലേ. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്ന ആരാണ്? മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്ന ആരാണ്? ഗവർണറാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 352 എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. 352-ലാണ് നമ്മൾ എന്ത് പറയുന്നത്? അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട് കേട്ടോ. ആർട്ടിക്കിൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 352-ആണ്. 352 പ്രകാരം പ്രസിഡന്റ് ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷമാണ് 1962. 1962-ലാണ് ആദ്യമായിട്ട് 352 പ്രകാരം പ്രസിഡന്റ് ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങളുള്ളത്? മൗലിക അവകാശങ്ങൾ എത്രാമത്തെ ഭാഗമാണ്? 3-ലാണ് അല്ലേ. 3-ലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. മറ്റെങ്ങും പരാമർശിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ മന്ത്രിസഭയ്ക്ക് വേണ്ടി ആരാണ് കൈകാര്യം ചെയ്യുന്നത്? എവിടെ പ്രതിപാദിച്ചിട്ടില്ലാത്ത വിഷയങ്ങളൊക്കെ മുഖ്യമന്ത്രിയാണ് മന്ത്രിസഭയ്ക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യൻ പാർലമെന്റ് ആദ്യത്തെ സംയുക്ത സമ്മേളനം നടന്നത് എവിടെയാണ്? ആദ്യത്തെ സംയുക്ത സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? 1961-ലാണ്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതിയാണല്ലേ. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം എന്ന് പറയുന്നത് എന്താണ്? സുപ്രീം കോടതിയാണ്. സംസ്ഥാനങ്ങളിലാണെങ്കിലോ ഹൈക്കോടതിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഉന്നാവാണ്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാൻ ശുപാർശ ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാൻ ശുപാർശ ചെയ്യുന്നത്. രാഷ്ട്രപതിയെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുവാനുള്ള നടപടിക്രമം നമ്മൾ നേരത്തെ പറഞ്ഞ ഇംപീച്ച്മെന്റ് ആണെന്ന് പറഞ്ഞു. രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? രാജസ്ഥാൻ ഹൈക്കോടതി ആസ്ഥാനം എവിടെയാണ്? ജോധ്പൂരിലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.